ദേശീയപാതയിൽ തലപ്പാടി കാസർഗോഡ് ഒന്നാം റീച്ചിൽ താൽക്കാലിക ടോൾ ഗേറ്റ് ഒരുങ്ങുന്നു. കുമ്പള ആരിക്കാടിയിൽ പുതുതായി നിർമ്മിച്ച ടോൾ ഗേറ്റിലൂടെ പരീക്ഷണാടിസ്ഥാനത്തിൽ വാഹനങ്ങൾ കടത്തിവിട്ടു തുടങ്ങി. ടോൾ ഗേറ്റിനെതിരെ ആക്ഷൻ കമ്മിറ്റി കോടതിയിൽ നൽകിയ ഹർജിയിൽ അന്തിമ വിധി വരാനിരിക്കെയാണ് ഈ നടപടി. ടോൾ ഗേറ്റിന് സമീപത്തായി ഡ്രൈവർമാർക്കുള്ള മുന്നറിയിപ്പ് ബോർഡുകളും സ്ഥാപിച്ചിട്ടുണ്ട്. ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദിവസങ്ങളോളം നടത്തിയ പ്രതിഷേധങ്ങൾക്കിടെ പോലീസ് സംരക്ഷണയിലാണ് ടോൾ ഗേറ്റിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. ക്യാമറകളും വാഹനം കടന്നു പോകുന്നതിനുള്ള ലൈനുകളും ഉൾപ്പെടെ ഒരുക്കിയിട്ടുണ്ട്. ടോൾ ഗേറ്റിന് സമീപത്തായി ഡ്രൈവർമാർക്കുള്ള മുന്നറിയിപ്പ് ബോർഡുകളും സ്ഥാപിച്ചിട്ടുണ്ട്. വാഹനങ്ങളുടെ പോക്കുവരവിനായി ഇരുഭാഗങ്ങളിലുമായി പ്രത്യേക ലൈനുകളാണ് തയ്യാറാക്കിയത്. ടോൾ ഗേറ്റ് സ്ഥാപിക്കുന്നതിനെതിരെ കോടതിയിൽ ആക്ഷൻ കമ്മിറ്റി നൽകിയ ഹർജിയിൽ അന്തിമ വിധി വരാനിരിക്കെയാണ് ഇപ്പോൾ നിർമ്മാണം പൂർത്തിയാക്കിയ ടോൾ ഗേറ്റിലൂടെ പരീക്ഷണാടിസ്ഥാനത്തിൽ വാഹനങ്ങൾ കടത്തിവിട്ടു തുടങ്ങിയിരിക്കുന്നത്. കഴിഞ്ഞ 28-ന് കോടതി പരിഗണിക്കേണ്ട ഹർജി ബുധനാഴ്ചത്തേക്കാണ് മാറ്റിവെച്ചിട്ടുള്ളത്. കോടതി വിധി ആക്ഷൻ കമ്മിറ്റിക്ക് അനുകൂലമാകുമെന്ന പ്രതീക്ഷയാണ് നാട്ടുകാർക്കുള്ളത്. അല്ലെങ്കിൽ ഇരുഭാഗങ്ങളിലേക്കും വാഹനങ്ങളുമായി പോകുമ്പോൾ ടോളിനായി വൻതുക നൽകേണ്ടി വരുമെന്ന ആശങ്കയാണ് ഇവർ പങ്കുവയ്ക്കുന്നത്. BJP ഒഴികെയുള്ള ബാക്കി എല്ലാ ചെറു രാഷ്ട്രീയ പാർട്ടികളും ബഹുജനങ്ങളും സന്നദ്ധ സംഘടനകളും അതുപോലെ തന്നെ ഈ നാട്ടിലെ ഇത് വരണ്ട എന്ന് ആഗ്രഹിക്കുന്ന എല്ലാ വിഭാഗം ആളുകളുടെയും പിന്തുണയോടു കൂടിയാണ് ബഹുമാനപ്പെട്ട മഞ്ചേശ്വരം എംഎൽഎ ശ്രീ AK മസ്റ്റർ അവരുടെ നേതൃത്വത്തിൽ സമരം നടത്തിയിട്ടുണ്ട്. 2-3 സമരങ്ങൾ നടന്നു. അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളുകളുടെ പേരിൽ 3ഓളം കേസുകൾ, ഇപ്പോൾ ഞങ്ങളുടെയൊക്കെ പേരിൽ 3-4 കേസുകളൊക്കെ വന്നു. ഇനിയും കേസുകളൊന്നും വന്നാലും പ്രശ്നമല്ല. നമുക്ക് ഈ ജനദ്രോഹ നടപടികൾക്കെതിരെ വീണ്ടും ബഹുജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് സമരം ചെയ്യേണ്ടി വന്നാൽ അതും നടത്തും. ടോൾ പ്ലാസ നിലവിൽ തലപ്പാടിയിലാണ്. അവിടെ നിന്നും ആരിക്കാടിയിലേക്ക് 22 കിലോമീറ്റർ മാത്രമാണുള്ളത്. ഇത്രയും ദൂരത്ത് 2 ടോൾ പ്ലാസകൾ പാടില്ലെന്ന നിയമം ഉണ്ടായിരിക്കെയാണ് ദേശീയപാത തലപ്പാടി ചെർക്കള റീച്ച് നിർമ്മാണ പ്രവൃത്തി പൂർത്തിയായതോടെ ടോൾ ഗേറ്റ് നിർമ്മിക്കാൻ നടപടി അധികൃതർ തുടങ്ങിയത്. ഇതിനെതിരെയാണ് ആക്ഷൻ കമ്മിറ്റി കോടതിയെ സമീപിച്ചത്. കേന്ദ്ര സർക്കാരിന്റെ അനുമതിയില്ലാതെയാണ് ദേശീയപാത അതോറിറ്റി ടോൾ പ്ലാസ പണിയാൻ നിർമ്മാണ കമ്പനിക്ക് നിർദ്ദേശം നൽകിയതെന്ന ആരോപണവുമുണ്ട്. ആരിക്കാടിയിലെ ടോൾ പ്ലാസ താൽക്കാലികമാണെന്നാണ് ദേശീയപാത അതോറിറ്റിയുടെ വാദം. ദേശീയപാത 2ാം റീച്ചിലെ ടോൾ പ്ലാസ നിർമ്മാണ പ്രവൃത്തി പൂർത്തിയാകുന്നതുവരെ ആരിക്കാടിയിൽ നിന്ന് ടോൾ പിരിക്കാനാണ് ദേശീയപാത അതോറിറ്റിയുടെ നിലവിലെ തീരുമാനം. എന്നാൽ ഇത് കുമ്പള, മംഗൽപാടി, മഞ്ചേശ്വരം, മൊഗ്രാൽ, പുത്തൂർ ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളുടെ പരിധിയിലെ വ്യാപാരികൾ ഉൾപ്പെടെയുള്ള നൂറുകണക്കിന് വാഹനോടമകൾക്ക് വലിയ ദുരിതമായിരിക്കും വരുത്തിവെക്കുക. ന്യൂസ് 18 കാസർഗോഡ്.